ഈ ഒരു പരിപാടി, ഈ ഒരു പടക്കം പൊട്ടിക്കലും തീവിടലും ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അമേരിക്കയിൽ ഏതോ പള്ളിപ്പെരുന്നാളാണ്, അല്ലെങ്കിൽ WWEയിൽ സൂപ്പർ സ്റ്റാർ ഫൈറ്റേഴ്സൊക്കെ ഇൻട്രോ ഇല്ല അതാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇത് നമ്മുടെ മരിച്ചുപോയ ചാർലി കിർക്കിൻ്റെ ഭാര്യയാണ് എറിക്ക എന്നുള്ളത്. അവർ ഒരു മെമ്മോറിയൽ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയും. ആ ഒരു ഫംഗ്ഷനിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് മെമ്മോറിയലൊക്കെ ആൾക്കാർ മറന്നു, ഇപ്പോൾ ഇതൊരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാർ ചെയ്യുന്നത്. അണ്ണനൊക്കെ ഫുൾ ഹാപ്പി മൂഡിൽ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയ ഇടയിൽ കൂടെ മരിച്ച ഫംഗ്ഷൻ വന്ന് ഒരേ ഡാൻസ്. സ്റ്റീഫൻ മില്ലർ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്, വൈറ്റ് ഹൗസിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫാണ്. പുള്ളിക്കാരനൊക്കെ വന്നിട്ട് ഒരു സ്പീച്ച് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു കോപ്പി അടിച്ച ഒരാളുടെ സ്പീച്ചാണ്. അത് ആരുടെയാണ് കോപ്പി അടിച്ച് ചോദിക്കുമ്പോൾ ജോസഫ് ഗോബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാസിക്കാരനായിട്ടുള്ള ആളുടെ, ഹിറ്റ്ലറിൻ്റെ മെയിൻ ആൾ, പുള്ളിയുടെ സ്റ്റോം ഈസ് കമ്മിങ് എന്ന് പറഞ്ഞൊരു ഫേമസ് സ്പീച്ച് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ ഡയലോഗൊക്കെ എടുത്തിട്ടാണ് അണ്ണൻ ഒരു സ്പീച്ച് അങ്ങോട്ട് നടത്തി. അതേപോലെ വളരെ കാലങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് കൈയൊക്കെ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഇനിയൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രംപിൻ്റെ കിളി പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തൊക്കെയാ കാണിക്കുന്നത്, 10-79 വയസ്സുണ്ട് ഇയാൾക്ക്, ഈ മനുഷ്യൻ എന്താ ഇയാൾ കാണിക്കുന്നത്, എവിടെ എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇവർക്ക്. ഇതിപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് മാക്സിമം ആ പാർട്ടിക്കാർക്ക് ഒരു മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഓരോ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഇതിപ്പോൾ ആക്ച്വലി ഇവർക്ക് വേണ്ടിയിരുന്നത് ഏതെങ്കിലും വേറൊരു റേസിലുള്ള ആളോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ടുള്ള ആളോ ആയിരുന്നു ഷൂട്ടറായിട്ട് വേണ്ടിയിരുന്നത്. ആ പ്ലാനിങ് അത്ര വർക്കായില്ല. അപ്പോൾ പിന്നെ എന്താ, ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇനി ഞങ്ങൾക്കൊരു പൊളിക്കാന്ന് പറഞ്ഞിട്ട് നടത്തിയ മെമ്മോറിയലാണിത്. ഇതാണ് പറയുന്നത്, ഇങ്ങനത്തെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് എപ്പോഴും എന്ത് വേണം, നമ്മൾ ജനങ്ങൾ അടിച്ച് പിരിഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ട് സൈഡ് എപ്പോഴും വേണം. എല്ലാവരും കൂടെ ഒത്തൊരുമിക്കാൻ പറ്റില്ല. എന്തെങ്കിലും എല്ലാവരും ഒത്തൊരുമിക്കുന്നു എന്തിനെങ്കിലും എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നത്തിന് ഇവർ ഹൈജാക്ക് ചെയ്ത് അത് പിന്നെ ഈ നാട്ടുകാരെ മുഴുവൻ അടിപ്പിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യും. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ പരിപാടിയും ഈ ചാർലി കിർക്കിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങും.